ഹലോ ഗെയ്സ്, ഞങ്ങളിന്ന് ബസൂക്ക കാണാൻ പോവാണ്. ബസൂക്ക ഇത് 3ാമത്തെ ദിവസം. അതെ, എൻ്റെ പിറന്നാളിനാണ് ബസൂക്ക ഇറങ്ങിയത്. മാത്രമല്ല എൻ്റെ ഫേവറേറ്റ് ആക്ടറുമാണ് മമ്മൂക്ക. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് നാട്ടിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ കാണാമെന്ന് വിചാരിച്ചു. നാട്ടിലത്തെ തിയേറ്ററൊന്നും എനിക്കത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഇവിടുത്തെ തിയേറ്ററാണ് നല്ലത്, അടിപൊളിയാണ്. അപ്പോൾ പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിനിമ കാണാൻ താല്പര്യമില്ലാത്ത എൻ്റെ വസുവിനെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോവാണ് സിനിമയ്ക്ക്. ഇന്ന് ബസ്സൊക്കെ കാണിച്ചിട്ട് തന്നെ കാര്യം. ഇനി അവൻ ഇഷ്ടപ്പെടുമോ എന്ന് നോക്കാമല്ലോ. എൻ്റെ വണ്ടിയല്ല ഇരിക്കണേ, കാട്ടിലൊക്കെ ഇരിക്കുന്നു. ഇന്നലെ ഫുള്ള് മഴയായിരുന്നു. എന്തോടാ അത്, ഇമാതിരി ഹമ്പാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈശ്വര, അമ്മ സ്പീഡ് കുറയ്ക്കുന്ന ലേറ്റായി പോയി, പിന്നെ അച്ഛൻ വിളിച്ചോണ്ടിരിക്കുന്നത്. എന്നാലും ഇത്രയും വലിയ ഒരു ഉണ്ട ഹമ്പോ, വീതിയില്ല, പൊക്കം മാത്രം. അപ്പൊ നമ്മള് ഗ്രീൻ ഫീൽഡിലാണ് കേട്ടോ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഉള്ളതാണ് ഗ്രീൻ ഫീൽഡ്. അപ്പൊ ഞാൻ പെട്ടെന്ന് വരാമല്ലോ എന്ന് ചോദിച്ച് ഇറങ്ങിയതാണ്. ഒന്നരയായി സിനിമ തുടങ്ങുന്നതിന് മുന്നേ അവിടെ എത്തിയാൽ മതിയായിരുന്നു. ഞങ്ങൾ ഓടുകയാണ്. ഓടടാ ആവശ്യം. എന്തിയടാ വിനു, $125 കോടി പ്രേമലു RDX തുടങ്ങിയ സംഭവം. നല്ല കോമഡി ആയിരുന്നു ഗൈസ്. ഞങ്ങൾ അങ്ങനെ തിയേറ്ററിൽ കയറി ഇത് ഷോയൊക്കെ കാണിച്ചു. പക്ഷേ സിനിമയുടെ പേരെഴുതി കാണിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ആലപ്പുഴ ജിംഖാന ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടി നമ്മൾ അടുത്ത സ്ക്രീൻ 3 പോയി. അവിടെ ആയിരുന്നു ബസൂക്ക. പിന്നെ അവിടെ പോയിരുന്നു കേട്ടോ. ജസ്റ്റ് എഴുതി കാണിച്ചപ്പോൾ നമ്മൾ എത്തി. എന്തായാലും അത് കാര്യമായി. അപ്പം ഞങ്ങൾ സിനിമ കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം തിരിച്ചിറങ്ങിയപ്പോഴാണ് വീഡിയോ എടുത്തില്ലെന്ന് ഓർത്തത്. പിന്നെ വഴിയിലൂടെ നിർത്തിയിട്ട് അഭിപ്രായം പറയാതെ വെച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു മമ്മൂട്ടി ഫാനുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിതിൻ്റെ അഭിപ്രായം വസുവിനോടും കൂടി ചോദിക്കാം. വസു എങ്ങനെ ഉണ്ടായിരുന്നു? വസു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട് ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. കുറെ പാട്ടും അതിന്റെ സബ്ജക്ട്സ് ഒക്കെ കൂടുതലൊക്കെ എന്തോന്ന് ഓരോ വേറെ ഒറിജിനൽ ആയിട്ട് ഉള്ള സാധനങ്ങളിൽ നിന്നുള്ള ബേസ്ഡ് ആണ്. ആണോ? അപ്പം പടം ഒരു എന്താ പറയാ, ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് അറിഞ്ഞൂടാ അല്ലേടാ. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ മോനെ? മമ്മൂട്ടിയുടെ ഇടയ്ക്കിടയ്ക്ക് ലുക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. മമ്മൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാമല്ലോ. എന്ത് പ്രായമുള്ള മനുഷ്യനാണ്, പക്ഷെ കണ്ടാൽ സൂപ്പറല്ലേ. അങ്ങനെ ഞങ്ങളപ്പം പടമൊക്കെ കണ്ട് ഇനി വീട്ടിൽ പോയിട്ട് അവരോടും കൂടെ ചോദിക്കാം അല്ലേ? അല്ലേടാ? സിനിമ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? എന്താ കണ്ടോ? മൂവി എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമോ എന്ന് തോന്നുന്നില്ല, കാരണം എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു ആവറേജ് മൂവിയാണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ കുറച്ച് നല്ല ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്ക സൂപ്പറാണ്, അതിലൊരു സംശയമില്ല. മമ്മൂക്ക സൂപ്പറായിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ എന്തോ ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ എവിടെയോ മിസ്സായി പോയതുപോലെ എനിക്ക് തോന്നി.
എന്നുവെച്ചാൽ ഫുള്ളി ഇറങ്ങുമ്പോൾ ഞാൻ അത്ര ഫുള്ളി സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. മമ്മൂട്ടിയുടെ ഫാനാണ്, മമ്മൂട്ടിയുടെ സിനിമ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമാണ് ഈ സിനിമ. അതല്ലാതെ ഒരു സിനിമയുടെ ഇതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവം മിസ്സിങ് ആയിരുന്നു. നമ്മളെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ത്രില്ലടിപ്പിച്ചിട്ട് അതത്ര ആ ത്രില്ലിനോട് ഇതായില്ല എന്ന് എനിക്ക് തോന്നി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ കാണാൻ വൺ ടൈം വാച്ച് ഉള്ള മൂവിയൊക്കെ ഉണ്ട്. താല്പര്യമാണെങ്കിൽ പോയി കാണൂ കേട്ടോ.